എമ്പുരാൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തനത്തെക്കാളും വലിയ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ചില ചർച്ചകൾ വഴിവെക്കുന്നത് ആ ഒരു രീതിയിലാണ്. പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചിന്തിച്ചെടുക്കുന്നു. കാരണം അവർക്കും വേണം മോളിവുഡിൽ നിന്നും ഒരു KGF ലെവലുള്ള സിനിമ. മോളിവുഡിന്റെ KGF, ബാഹുബലി എന്നൊക്കെയാണ് എമ്പുരാൻ എന്ന സിനിമയെ പലരും വിശേഷിപ്പിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ആ ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. കാരണം ഞങ്ങളുടെ മലയാള സിനിമ അന്യഭാഷയിൽ ഗംഭീര രീതിയിൽ സ്വീകരിക്കുകയും ഗംഭീര വിജയം നേടുകയും ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് അവരും എത്തി. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നോർത്ത് ഇന്ത്യയിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കുമെന്ന ഒരു രീതി ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഗംഭീര രീതിയിൽ ഈ ചിത്രത്തെ എത്തിക്കണം എന്ന ഒരു രീതിയിലാണ് നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കുന്നതും. കാരണം ഈ ചിത്രത്തിന്റെ ആദ്യ 20-25 മിനിറ്റ് ഒരു ഹിന്ദി ചിത്രം കാണുന്ന പോലെ തോന്നിക്കുമെന്ന് പൃഥ്വിരാജിന്റെ വാക്കുകൾ അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ അവർ കൂടുതൽ സാധ്യതകളിലേക്ക് ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും ഗംഭീരമായ ചിത്രത്തെ എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും. സച്ചിൻ ഏറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തിയത്. പേര് അനിൽ തടാനി. നിങ്ങൾക്ക് പലർക്കും അറിയാൻ സാധ്യത കുറവായിരിക്കും. നോർത്ത് സർക്യൂട്ടുകളിൽ ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഇദ്ദേഹം. ടോപ്പ് എന്ന് പറഞ്ഞാൽ YRF കഴിഞ്ഞാൽ നോർത്തിൽ അനിൽ തദാനിയാണ് തിയേറ്റേഴ്സിന്റെ അവസാന വാക്ക്. KGF, സലാർ, പുഷ്പ 2 തുടങ്ങിയ പടങ്ങൾ നോർത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഇയാളാണ്. ഡൽഹി, മുംബൈ, ഗുജറാത്ത് സർക്യൂട്ടുകൾ മുതൽ സിംഗിൾ സ്ക്രീൻ വരെ ഇയാൾ അടപടലമാണ് ഓരോ സിനിമയ്ക്കും വേണ്ടി ചാർട്ട് ചെയ്യുന്നത്. ഈ അനിൽ തദാനിയും പൃഥ്വിരാജും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആടുജീവിതം പൃഥ്വിക്ക് വേണ്ടി നോർത്തിൽ ഇറക്കിയതും ഇയാളാണ്. അത്യാവശ്യം നല്ല രീതിയിലാണ് പൃഥ്വിക്ക് വേണ്ടി നോർത്തിൽ ഇയാൾ സ്ക്രീൻ ചാർട്ട് ചെയ്തത്. പക്ഷേ എമ്പുരാന്റെ ടൈമിൽ പൃഥ്വിയുടെ മൗനമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നതും. പൃഥ്വി മൗനമായി നിൽക്കുന്നത് ഒട്ടും മനസ്സിലാവുന്നില്ലെന്ന് ഈ വ്യക്തി പറയുന്നു. മിനിമം 3000 സ്ക്രീനെങ്കിലും പൃഥ്വി വിചാരിച്ചാൽ എമ്പുരാൻ നോർത്തിൽ ഈസിയായി കിട്ടും. പക്ഷെ പൃഥ്വി വിചാരിക്കണം. നോർത്ത് സർക്യൂട്ടിൽ അനിൽ തദാനിയാണ് ഡിസ്ട്രിബ്യൂട്ട് എങ്കിൽ കളക്ഷൻ 10 മടങ്ങ് രീതിയിൽ ആണ് അടിക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നോർത്ത് സർക്യൂട്ട് അനിൽ തദാനിക്ക് കൊടുക്കൂ. മാക്സിമം നോർത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഒരു മാസം മുന്നേ തന്നെ പോസ്റ്ററും സ്റ്റാൻഡ്സും മറ്റും എത്തിക്കണം. മിനിമം ഒരു മാസം മുമ്പ് എങ്കിലും തിയേറ്ററുകളിൽ പോസ്റ്റർ എത്തിയാൽ മാത്രമേ നല്ല രീതിയിൽ ആളുകൾ കയറത്തുള്ളൂ. എല്ലാം പൃഥ്വിയുടെ കയ്യിലാണ്. ഇതേപോലൊരു ഹൈപ്പ് പടം ഇനി ഈ അടുത്ത കാലത്ത് ഉണ്ടാകാൻ സാധ്യത ഇല്ല. എല്ലാം ഇനി പൃഥ്വിയുടെ കയ്യിലാണ്. പൃഥ്വി മൗനം വെടിഞ്ഞു. അനിൽ തദാനിയുമായി എമ്പുരാൻ കരാർ ഉടനെ തന്നെ തീർപ്പാക്കേണ്ടത് ആണ്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച തുടങ്ങിയത്. പക്ഷേ ഒരു കാര്യമുണ്ട്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത് ചില്ലറക്കാരൊന്നുമല്ലല്ലോ. ആശീർവാദ് സിനിമാസിന് സ്വന്തമായി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. അത് അന്യ രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. നോർത്തിലും അവർ അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരാൾ കൂടിയുണ്ട് ഈ പ്രൊഡക്ഷനിൽ പങ്കാളിയായി. ലൈക്ക പ്രൊഡക്ഷൻസ്. എന്താ അവർക്ക് പറ്റത്തില്ലേ? ഇത്രയും വലിയൊരു നിർമ്മാണ കമ്പനിയല്ലേ, അവർക്ക് വേറെയും പല സാധ്യതകൾ കാണില്ലേ എന്ന രീതിയിലും ചോദിക്കുകയാണ്. പല ഓപ്ഷനുകളും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അതിന്റെ ചില സാധ്യതകളെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം അവർക്കും ആ ഒരു രീതിയിലാണ് എമ്പുരാനെ മറ്റ് സംസ്ഥാനത്തിലുള്ള ആൾക്കാരും കാണണമെന്ന് പറയുന്നത്. കാരണം ഇത്രയും ഹൈപ്പുള്ള ഒരു പടം ഇനി മോളിവുഡിൽ സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ പറയുമ്പോഴും എമ്പുരാൻ എന്ന സിനിമ കേരള മാർക്കറ്റിൽ ഏതാണ്ട് 700 സ്ക്രീനുകളിലും വരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. എമ്പുരാൻ ഏതാണ്ട് 700 സ്ക്രീനുകൾ ലോക്കാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. അടുത്തിടെ ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ കൂടി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി വരാൻ പോകുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. 4000 സ്ക്രീനുകളിൽ കേരളത്തിൽ തന്നെ ഈ ചിത്രം ആദ്യ ദിവസം മുതൽ എത്തുക എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുകയാണ്. ഇനി FTFSന്റെ ടൈമിംഗ് കൂടി അറിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് മോളിവുഡ് സിനിമ കണ്ട ഏറ്റവും വലിയൊരു സംഭവം തന്നെയായി മാറും. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമായി മാറുകയാണ്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇപ്പോഴും പുലിമുരുകനുമായി ബന്ധപ്പെട്ട അടിപിടികളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നത്. ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ചിലർ എത്തുമ്പോൾ അതിന് മറുപടിയുമായി ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ എത്തി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടും പലർക്കും ആ സംശയങ്ങൾ എങ്ങും തീരുന്നില്ല. 18 ദിവസം കൊണ്ട് 100 കോടി നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനത്തെ തള്ള് എന്നൊക്കെ പറയുകയുണ്ടായി. 18 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ 100 കോടി ബിസിനസ് നടന്നുവെന്നാണ് ടോമിച്ചൻ മുളകുപാടം പറയുന്നത്. അതിൽ കൂടുതൽ ദിവസം എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ട്. എന്നാലും 9 വർഷം മുമ്പിറങ്ങി 100 കോടി അടിച്ച ചിത്രത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പോഴും പ്രേക്ഷകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തള്ള് എന്ന് പറയുമ്പോഴും ഇവിടെ എമ്പുരാൻ എന്ന സിനിമ 700ഓളം സ്ക്രീനുകളിൽ റിലീസ് ആവുകയാണ്. ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാകും. എന്തായാലും ഇപ്പോഴും പുലിമുരുകനെ ചേസ് ചെയ്യാണ് പലരും. അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമായി തന്നെ അവസാനിക്കുന്നു.